നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുന്നത് ഇൻ്റർവ്യൂവിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ബൈൻഡ് എക്സ്പ്ലെയിൻ ചെയ്യാൻ അതെങ്ങനെയാണ് ദിസിനെ പ്രിവെൻറ്റ് ചെയ്യുന്നത് ലോസിങ്ങിൽ നിന്ന്. അപ്പോൾ ദിസ് എന്നുള്ളത് നമുക്ക് ചിലപ്പോൾ അൺഡിഫൈൻഡ് ആയിട്ട് കിട്ടും. അപ്പോൾ ബൈൻഡും ദിസും ആണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. ഇത് നന്നായിട്ട് മനസ്സിലാക്കണം. കൂടുതൽ ഇൻ്റർവ്യൂവിന് ചോദിക്കുന്ന ചോദ്യമാണ് ബൈൻഡും ദിസും. ഇവിടെ നമ്മളൊരു യൂസറെ ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ നെയിം എന്നൊരു പ്രോപ്പർട്ടി കൊടുക്കുന്നു. ഇവിടെ ഞാൻ അജിത് കുമാർ എന്ന് കൊടുക്കും. ഇതിനകത്ത് നമുക്ക് ഈ നെയിം റിട്ടേൺ ചെയ്യാനൊരു ഫംഗ്ഷൻ ഇല്ല, അതുകൊണ്ട് ഞാൻ പുറത്ത് ആ ഫംഗ്ഷൻ എഴുതുന്നു. ഗെറ്റ് നെയിം എന്നുണ്ട്. ഇവിടെ റിട്ടേൺ ദിസ് ഡോട്ട് നെയിം എന്ന് പറയുന്നത്. ഇവിടെ നമുക്കറിയാം, ഇവിടെ ദിസ് ഡോട്ട് നെയിം പറഞ്ഞാൽ ഒരിക്കലും നമുക്കിവിടെ കിട്ടത്തില്ല. കാരണം ഇത് ഈ ഒബ്ജക്റ്റ്, ഈ യൂസർ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിൻ്റെ പാർട്ടല്ല ഗെറ്റ് നെയിം. പക്ഷേ നമുക്ക് ബൈൻഡ് ഉപയോഗിച്ചിട്ട് ഇത് ഈ യൂസറിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് യൂസർ നെയിം ഗെറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് കാണിക്കുന്നത്. ഇപ്പോൾ നമുക്കിതൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. ഇവിടെ ഞാൻ ഗെറ്റ് നെയിം ഒന്ന് കോൾ ചെയ്യുന്നു, ഒന്ന് റൺ ചെയ്യാം. കണ്ടല്ലോ, അൺഡിഫൈൻഡാണ്. ഇവിടെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇവിടെ നമ്മൾ ബൈൻഡ് യൂസ് ചെയ്യുന്നു. ഇവിടെ ഗെറ്റ് നെയിം ഡോട്ട് ബൈൻഡ് എന്ന് പറയുക. അതിനകത്ത് യൂസർ ഒബ്ജക്റ്റ് പാസ് ചെയ്യുക, പിന്നെ അത് അതിനെ കോൾ ചെയ്യുന്നു. ഇത്രയുമേ ഉള്ളൂ. ഈ ബൈൻഡ് വെച്ചിട്ട് നമ്മൾ ഇവിടെ യൂസർ ഒബ്ജക്റ്റിനെയാണ് പാസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ യൂസർ ഒബ്ജക്റ്റ് ആയിരിക്കും ദിസ് എന്ന് കൊടുക്കുമ്പോൾ ഈ യൂസർ ഒബ്ജക്റ്റ് എടുത്തോളും. സോ നമുക്കിനി ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ കണ്ടല്ലോ, നമുക്ക് അജിത് കുമാർ എന്ന് കിട്ടി. ഈ ഒരു എക്സാമ്പിൾ വഴി നിങ്ങൾ ബൈൻഡും ദിസും മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു.